അങ്ങനെ CJP പ്രൊട്ടസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. സ്വയം പാറ്റകളെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഈ ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥയോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാണ്ട് ഇപ്പോൾ ഈ ലോകത്ത് ഫേസ് ചെയ്യുന്ന ക്രൈസിസ് അതിൽ ഇന്ത്യ എത്രത്തോളം സഫോക്കേറ്റഡ് ആണ്, ഇതൊന്നും കൺസിഡർ പോലും ചെയ്യാണ്ട് ഈ ഒരു വൃത്തിയുടെ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നവന്മാർ. ഒരു രാജ്യം ഫങ്ഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓർഡർലിനെസ് വേണം, ഡിസിപ്ലിൻ വേണം, എന്നാലേ ബാക്കിയെല്ലാം ഉണ്ടാവുള്ളൂ. സത്യത്തിൽ നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് അതിനും കാരണം ഇതൊക്കെ തന്നെയാണ്. ഞാൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അത്ര ബെസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ബെസ്റ്റ് ആയ സ്ഥലത്ത് പോലും ഇത്രയധികം എന്താ പറയുക വ്യവസ്ഥയിൽ വിശ്വാസമില്ലാണ്ട് ലൂപ്പ് ഹോൾസ് തേടി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഷോർട്ട് കട്ട്സ് നോക്കി പോകുന്ന ആൾക്കാർ, ഈസി മണി നോക്കി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ സിസ്റ്റം ക്രാക്ക് ചെയ്യപ്പെടും. ഇതുപോലെ പേപ്പർ ലീക്കുകളല്ല, ക്രൈം ഇവേഷൻ എല്ലാം ഉണ്ടാവും. ഏതായാലും അവർ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കേണ്ടി വന്നു. സൂപ്പറായിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് ആർക്കറിയാം. ഞാൻ നേരത്തെ വായിച്ച് ചില വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്ഹോൾഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ മാർഷൽ ലോൻ്റെ പ്രൊവിഷൻസും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് കേട്ടോ. റൂൾ ഓഫ് ലോ ആൻഡ് ഓർഡർ ഇവിടെ ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സോ ലോ ആൻഡ് ഓർഡർ ഇവിടെ ബ്രേക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയണം. റൂൾ ഓഫ് ലോ അപ്ഹോൾഡ് ചെയ്യണം, അത് എൻഫോഴ്സ് ചെയ്യാൻ നമ്മൾ സിസ്റ്റം കുറേ കൂടി ഡെയറിങ് ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഡിഗ്നിറ്റി ഓഫ് ദി നേഷൻ, എന്തെങ്കിലും വില ഈ പാറ്റകൾ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഫ്യൂച്ചർ ജനറേഷനെങ്കിൽ വല്ല വാസക്ടോമി ചെയ്താലോ എന്ന് ആലോചിക്കാം. ഈ എന്താ പറയുക, ഗാന്ധിജി കണ്ട കിനാശ്ശേരി എന്നൊക്കെ സിനിമ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതാണ് എബ്രഹാം ലിങ്കനും നമ്മുടെ ജോർജ് സോറോസൊക്കെ ഇല്ലേ, അവർ സ്വപ്നം കണ്ട ഓപ്പൺ സൊസൈറ്റിയും ആബ്സല്യൂട്ട് ഡയറക്റ്റ് ഡെമോക്രസി എങ്കിൽ frankly I started losing faith in it. ഫങ്ഷനിങ് ആയി പെട്ടെന്ന് ഒരു ഡിസിഷൻ ഫോർ ദ സേക്ക് ഓഫ് ദ കൺട്രീസ് ഡെവലപ്മെൻറ്റ്, ഫോർ ഗിവിങ് ഫെസിലിറ്റീസ് ടു ദ പീപ്പിൾ, അതിനൊരു ഡിസിഷൻ ഒരാൾ എടുക്കുമ്പോൾ, ഒരു ഭരണത്തലവൻ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ഓർഡർലി ആയിട്ടുള്ള സിസ്റ്റം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ സ്ട്രൈവ് ചെയ്യുക, നോ മാറ്റർ വാട്ട്.